നമുക്ക് അടുത്ത ഫോക്കസിലേക്ക് പോകാം. അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഏറ്റവും നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നത് ബംഗാളിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ വലിയ നാടകീയ രംഗങ്ങളാണ് ബംഗാളിൽ അരങ്ങേറുന്നത്. തോൽവി സമ്മതിക്കില്ലെന്നും രാജിവെക്കില്ലെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ്. വാർത്താ സമ്മേളനം വിളിച്ച് മമത വിചിത്രമായ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. രാജിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും മമതാ ബാനർജി 24 മണിക്കൂർ പിന്നിട്ടിട്ടും. ഇതോടെ മമതയെ പുറത്താക്കാനുള്ള നിയമവഴികൾ പരിശോധിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നിലവിലെ സർക്കാരിന്റെ കാലാവധി മെയ് 6 അവസാനിക്കുമ്പോൾ മമത പറയുന്നത് പോലെ രാജിവെക്കാതെ തുടരാൻ സാധിക്കുമോ, പുറത്താക്കാൻ പറ്റുമോ, എന്തൊക്കെയാണ് സാധ്യതകൾ? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മമതാ ബാനർജിക്കും ടിഎംസിക്കും കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത്. ബിജെപി 207 സീറ്റുകളിൽ വൻ ഭൂരിപക്ഷം നേടി. ടിഎംസി ഏകദേശം 80 സീറ്റുകളിലായി ഒതുങ്ങി. എന്നാൽ പരാജയം അംഗീകരിക്കുന്നില്ലെന്നും രാജിവെക്കില്ലെന്നും ഗവർണറെ കാണില്ലെന്നുമുള്ള വിചിത്ര നിലപാട് വാർത്താ സമ്മേളനം വിളിച്ച് മമതാ ബാനർജി പ്രഖ്യാപിച്ചു. ധാർമ്മിക വിജയം ടിഎംസിക്കാണെന്നും മമത പറഞ്ഞു. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങളും മമതാ ബാനർജി ഉയർത്തി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇവിഎമ്മിൽ 90% ചാർജ് ബാക്കിയുണ്ടായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അട്ടിമറിക്ക് കൂട്ടുനിന്നു എന്നത് വ്യക്തമാണെന്നുമൊക്കെയാണ് മമതാ ബാനർജി ആരോപിച്ചത്. രാജിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും മമതാ ബാനർജി. ഇതോടെ മമതയെ പുറത്താക്കാനുള്ള നിയമവഴികൾ പരിശോധിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജി നൽകിയില്ലെങ്കിൽ മമതയെ ഗവർണർ പുറത്താക്കിയേക്കും എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ. അതിനു മുൻപ് മമതയോട് ഗവർണർ RN രവി സംസാരിക്കാനും സാധ്യതയുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. നിലവിലെ സർക്കാരിന്റെ കാലാവധി മെയ് 6 അവസാനിക്കുമ്പോൾ മമത പറയുന്നത് പോലെ രാജിവെക്കാതെ തുടരാൻ സാധിക്കുമോ, പുറത്താക്കാൻ സാധിക്കുമോ എന്ന് നോക്കിയാൽ മുഖ്യമന്ത്രി പദവി ഒഴിയാൻ വിസമ്മതിച്ചാൽ സ്വീകരിക്കേണ്ട കൃത്യമായ നടപടിക്രമങ്ങളെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പ്രത്യേക വ്യവസ്ഥകളൊന്നുമില്ല എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന SY ഖുറേഷി ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരത്തിലുള്ള അപൂർവ സാഹചര്യങ്ങളിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഭരണഘടനാപരമായ തകർച്ച ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണത്തിന് ഗവർണർക്ക് ശുപാർശ ചെയ്യാം. ഇതാണ് SY ഖുറേഷിയുടെ ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണം. എന്തായാലും ഭരണഘടനയ്ക്ക് രൂപം നൽകിയവർ ഒന്നും ഇത്തരം നാടകീയ സംഭവങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും അതിനെക്കുറിച്ച് എന്തായാലും നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇല്ലാതെ പോയത്. നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതോടെ നിയമസഭകൾ പിരിച്ചുവിടാറാണ് പതിവ്. എന്നാൽ സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിക്ക് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അവകാശമുണ്ട്. ഒരേ സമയം 2 മുഖ്യമന്ത്രിമാർ എന്നത് പ്രായോഗികമല്ല. 1-2 ദിവസത്തേക്കാണെങ്കിൽ പോലും ഇത്തരം ഒരു സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണത്തിനാണ് സാധ്യത എന്നതാണ് SY ഖുറേഷി ചൂണ്ടിക്കാട്ടുന്നത്. മമത രാജിവെച്ചില്ലെങ്കിൽ BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ ഒരു ദിവസത്തേക്ക് ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള സാധ്യതയാണ് അപ്പോൾ ഉണ്ടാകുന്നത്. ശനിയാഴ്ച BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട ലോക്സഭാ മുൻ സെക്രട്ടറി ജനറലായ PDT ആചാരി പങ്കുവെക്കുന്നത്, സഭയിൽ ഭൂരിപക്ഷം നിലനിർത്തുന്നിടത്തോളം കാലമേ ഒരു മുഖ്യമന്ത്രിക്ക് സ്ഥാനത്ത് തുടരാൻ കഴിയൂ എന്നതാണ് ഭരണഘടനയിൽ പറയുന്നതെന്നാണ്. 80 സീറ്റുകൾ മാത്രം നേടിയ തൃണമൂൽ കോൺഗ്രസിന് ഇത് സാധ്യമല്ല. സാങ്കേതികമായി മമത രാജിവെക്കേണ്ട ആവശ്യം പോലുമില്ല എന്നതാണ് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറലായ PDT ആചാരി പറയുന്നത്. 5 വർഷത്തിന് ശേഷം ഒരു സർക്കാരിനും തുടരാൻ സാധിക്കില്ല. മമതയ്ക്ക് മെയ് 6 വരെ മാത്രമേ മുഖ്യമന്ത്രിയായി തുടരാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മമത മുഖ്യമന്ത്രി അല്ലാതായി സ്വാഭാവികമായും മാറും എന്നതാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164 പ്രകാരം തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയോ ഭൂരിപക്ഷം നേടാതെ രാജിവെക്കാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ ഗവർണർക്ക് അവരെ പിരിച്ചുവിടാൻ അധികാരമുണ്ട്. ഭരണഘടനാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് നിലവിലുള്ള സർക്കാരിനെ നീക്കം ചെയ്യാൻ ഗവർണർക്ക് സാധിക്കും. വിശ്വാസ വോട്ടെടുപ്പിലൂടെയും ഗവർണർക്ക് മമതയെ പുറത്താക്കാനുള്ള സാഹചര്യം ഒരുക്കാം. സർക്കാരിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതിനായി ഗവർണർക്ക് നിയമസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം വേണമെങ്കിൽ വിളിക്കാം. എന്നിട്ട് ഫ്ലോറിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടാം. നിലവിൽ മമതാ ബാനർജിക്ക് ഭൂരിപക്ഷ പിന്തുണ തെളിയിക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. ആ സാഹചര്യത്തിൽ ഗവർണറുടെ തീരുമാനമായിരിക്കും എന്തായാലും ഇതിൽ നിർണായകമാകാൻ പോകുന്നത്. എന്തായാലും BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് സംസ്ഥാനത്തെ കനത്ത സുരക്ഷാ
ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സേനയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് വലിയ നാടകീയ സംഭവങ്ങൾ നടക്കുമ്പോഴും സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജി ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ അത് കഴിഞ്ഞ ദിവസവും നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. SIR ആണ് ഇതിൽ വില്ലനായിട്ടുള്ളത്. SIRലൂടെ ഒഴിവാക്കപ്പെട്ട വോട്ടുകളേക്കാൾ കുറവാണ് ഭൂരിപക്ഷം പല മണ്ഡലങ്ങളിലും, പകുതിയിലധികം മണ്ഡലങ്ങൾ എന്ന സാഹചര്യം മമതാ ബാനർജി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. EVM മെഷീനിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബോധപൂർവം കൃത്രിമം നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ള പല ഗുരുതരമായ ആരോപണങ്ങൾ മമതാ ബാനർജി ഉന്നയിക്കുന്നുണ്ട്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നമുക്കറിയാം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എന്നത് സംബന്ധിച്ചുള്ള നിരവധി സംശയങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. അതുപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെയും ബംഗാളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നിയമപരമായി നേരിടുക എന്നതാണ് ചെയ്യേണ്ടത്. ഇത്തരം നാടകങ്ങൾ എന്ത് തരം സന്ദേശം നൽകും, എന്ത് ഗുണം ചെയ്യും എന്നത് അറിയില്ല. എന്തായാലും ഗവർണറുടെ നീക്കം എന്ത് എന്നത് ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.